അള്ളാഹു ഖൈറാക്കി തരട്ടെ. ഇപ്രായത്തല്ല ഒന്നുമില്ലാതെ ഞാൻ ഇപ്പോൾ 10 ലക്ഷം റുപ്യ എൻ്റെ എല്ലാം നശിച്ചു, ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. നല്ല ജോലിയും കാര്യങ്ങളൊക്കെ പുറത്തുണ്ടായിരുന്നു, ഒക്കെ ഉണ്ട്, എല്ലാം നഷ്ടപ്പെട്ടു. കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ ഒന്നുമില്ലാത്ത രീതിയിൽ. അപ്പൊ തലന്റെ കനങ്ങളൊക്കെ അല്ലെങ്കിലില്ല, റാത്താണ്. നല്ല റാത്ത്, നല്ലൊരു തണുപ്പുണ്ട്. ഇപ്പം അമിതമായിട്ടുള്ള 30 വർഷങ്ങൾ 34 കൊല്ലം ഈ ഒരു ബുദ്ധിമുട്ട്. ഇപ്പോൾ അതായത് ഞാൻ 22 വയസ്സിലാണ് ഗൾഫിൽ പോകുന്നത്. ഗൾഫിൽ പോകുന്നതിന് 2 വർഷം മുമ്പ് തുടങ്ങിയിരിക്കുന്നു. പോവാത്ത സ്ഥലങ്ങളില്ല, ഞാൻ പോകാത്ത സ്ഥലങ്ങൾ മാറ്റല്ലേ. ഒരാളായിട്ട് എനിക്ക് മാറിയില്ല. അള്ളാഹു നിലനിർത്തി തരട്ടെ. നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രവർത്തിക്കും. 34 വർഷം പ്രയാസപ്പെട്ട ഒരാളുടെ ഒരു പ്രയാസം നീങ്ങി. ഇത്ര വർഷക്കാലം പൈശാചികമായിട്ടുള്ള സിഹർ സംബന്ധമായ കെണിവലയിലായ ഇദ്ദേഹത്തിന്റെ പ്രയാസം മാറി. അത് നീങ്ങാൻ കാരണമായ ഒരു അമൽ. ഈ അമൽ ചെയ്താൽ നിങ്ങളുടെയും ബുദ്ധിമുട്ട് നീങ്ങും. വർഷങ്ങളായിട്ടുള്ള സിഹർ ബാത്തിലാകും. രക്തത്തിൽ അലിഞ്ഞ കൈവിഷം ബാത്തിലാകും. എല്ലാ പൈശാചികമായിട്ടുള്ള ഷറുകളും മാറാൻ നീങ്ങാൻ കാരണമായ അമൽ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നിങ്ങൾ കേട്ടല്ലോ ആ സഹോദരൻ പറഞ്ഞത്. 34 വർഷമായി സിഹറിൻ്റെ പൈശാചികമായിട്ടുള്ള കെണിവലയിലായിരുന്നു. സങ്കടം പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് എന്നെ സമീപിച്ചു. അദ്ദേഹത്തിന് ഞാൻ കൊടുത്തൊരു അമൽ, അത് അദ്ദേഹം ചെയ്യുകയും പിന്നെ ജീവിതത്തിൽ റാഹത്തായി സന്തോഷമായി എന്ന് എന്നെ വന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഇതൊക്കെ കേൾക്കുമ്പം നമുക്ക് വലിയ റാഹത്താണ്. നമ്മൾ കൊടുക്കുന്ന അമലുകളെ കൊണ്ട് വലിയ റാഹത്തായ ധാരാളം ആളുകൾ, ജീവിതത്തിൽ അഭിവൃദ്ധി നേടിയ ധാരാളം ആളുകൾ, ഉയർച്ച നേടിയ ധാരാളം ആളുകൾ, ഇത്തരം പ്രയാസത്തിൽ ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകൾ നമ്മളെ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട്, കേൾക്കുന്നവരുണ്ട്. 10-30 വർഷമായി ഇത്തരം സിഹറിൻ്റെ, ഇത്തരം പൈശാചികമായിട്ടുള്ള ബുദ്ധിമുട്ടിൽ പ്രയാസപ്പെടുന്നവർ. അവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു അമലാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഒരു രൂപമടക്കാതെ, ഒരാളെടുത്ത് നിങ്ങൾ പോവാതെ നിങ്ങൾക്ക് തന്നെ വീട്ടിലിരുന്ന് ചെയ്യാം. ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി ഈ അമൽ ചെയ്യും, നിങ്ങൾക്കും റിസൾട്ട് ഉണ്ടാകും. ഈ സഹോദരൻ എന്നെ ആദ്യമായി വന്ന് കണ്ട സമയത്ത് അദ്ദേഹം ഇങ്ങനെ വിതുമ്പുകയാണ്, പൊട്ടിക്കരയുകയാണ്. തങ്ങളെ എല്ലാം ഉണ്ടായിരുന്നു, സമ്പത്തുണ്ടായിരുന്നു, ജോലി ഉണ്ടായിരുന്നു, പ്രതാപമുണ്ടായിരുന്നു, എല്ലാം നഷ്ടപ്പെട്ടു പോയി. സിഹർ ചെയ്ത് എന്നെ സ്തംഭന വലയത്തിൽ എന്നെ കുരുക്കപ്പെട്ടു. പിന്നെ എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ ഞാൻ വലിയ കടക്കാരനാണ്, 10 ലക്ഷം രൂപ കടക്കാരനാണ്. എന്നെ ഇതിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടുത്തണം. എനിക്ക് മനസ്സമാധാനം വേണം. എൻ്റെ ഇബാദത്ത് നഷ്ടപ്പെട്ടിട്ട് ധാരാളം വർഷങ്ങളായി. എനിക്ക് ഇബാദത്ത് ചെയ്യണം. ഞാൻ തഹജ്ജുദ് നിസ്കരിച്ച മനുഷ്യനായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ടല്ലോ അതിൽ തന്നെ. എല്ലാം നഷ്ടപ്പെട്ടു പോയി. എനിക്കൊരു മനസ്സമാധാനം വേണം. ഞാൻ പോകാത്ത ഇടങ്ങളില്ല, ചെയ്യാത്ത ചികിത്സാ രീതികളില്ല. പല രീതികളും ഞാൻ ചെയ്തിട്ടുണ്ട്. മെഡിസിൻ വരെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞത് ഈ അമലിനെ ചെയ്യാനാണ്. അദ്ദേഹം ചെയ്യുകയും റാഹത്തായി സന്തോഷ വാർത്ത അറിയിച്ച ഒരു ക്ലിപ്പാണ് നിങ്ങൾ കേട്ടത്. ഈ അമലിനെ ഇത്രം ബുദ്ധിമുട്ടുള്ള എല്ലാവരും ഏറ്റെടുക്കാം. എനിക്കറിയാം ഇത്രം പ്രയാസത്തിലുള്ള ധാരാളം ആളുകൾ ഈ മജ്‌ലിസ് വീക്ഷിക്കുന്നവരിലുണ്ട്. അവർക്ക് വലിയൊരു ഉപകാരപ്പെട്ടോട്ടെ, അവരുടെ ജീവിതത്തിലും വലിയ അഭിവൃദ്ധി ഉണ്ടായിക്കോട്ടെ എന്നുള്ള നിലക്കാണ് ഇൻഷാ അല്ലാഹ് ഈ അമല് നിങ്ങളിൽ ഞാൻ പങ്ക് വെക്കുന്നത്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് അമലിലേക്ക് കടക്കാം. എന്താണ് അമൽ? എല്ലാവരും അതിനാണ് പ്രതീക്ഷിക്കുന്നത്. അമൽ കേൾക്കാനും അത് ചെയ്യാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുമാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. ഓരോരോ അമൽ ചെയ്യുമ്പോഴും ഇഖ്ലാസോടുകൂടി, ഒരു യക്കീനോടുകൂടി, ഒരു ഉറപ്പോടുകൂടി നമുക്കൊന്ന് ചെയ്തു നോക്കാം. അദ്ദേഹത്തിന് റിസൾട്ട് കിട്ടിയല്ലോ, അദ്ദേഹത്തിന് ആ മനുഷ്യർക്ക് അവർക്ക് ഉത്തരം കിട്ടിയല്ലോ, അതുകൊണ്ട് നമുക്കൊന്ന് ചെയ്തു നോക്കാം. അങ്ങനെയല്ല.
ഈ അമൽ കൊണ്ട് എനിക്ക് വലിയ ഉത്തരം കിട്ടും, ഇതെനിക്ക് ഉത്തരം ഉണ്ടാകും എന്നുള്ളൊരു നീയത്തോടുകൂടി, ഒരു യക്കീൻ, ഒരു ഉറപ്പോടുകൂടി എല്ലാവരും ചെയ്തു നോക്ക്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് അമൽ പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും മജ്ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം വരുന്ന ശനിയാഴ്ചയാണ്. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരാൻ ഒരാഴ്ച മുമ്പെങ്കിലും ഇൻഷാ അല്ലാഹ് നിങ്ങൾ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഓരോരോ ശനിയും തിങ്കളും ധാരാളം ആളുകൾ ഓൾറെഡി നമുക്ക് ബുക്കിംഗ് ആവാറുണ്ട്. ഒരു ശനിയും തിങ്കളും ആളുകൾ എടുക്കുന്നതിൽ ഒരു പരിധിയുണ്ട്. ആ ഒരു ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബുക്കിംഗ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെക്കാറുണ്ട്. അതുകൊണ്ട് ഒരാഴ്ചയെങ്കിലും മുൻകൂട്ടി ബുക്ക് ചെയ്യാം. നമ്മുടെ സകല പ്രയാസങ്ങളും, എല്ലാ ഇടങ്ങേറുകളും, എല്ലാ വിഷമങ്ങളും അള്ളാഹുവിനെ തീർത്ത് നൽകണം അല്ലാഹ്. ജീവിതത്തിൽ അഭിവൃദ്ധിയും ബർക്കത്തും ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. അള്ളാഹു ഇത്തരം പൈശാചികമായിട്ടുള്ള സിഹർ സംബന്ധമായ എല്ലാ ബുദ്ധിമുട്ടുകളും ഈ ഒരു അമൽ കൊണ്ട് ഞങ്ങൾക്ക് നീ തീർത്ത് ജീവിതത്തിൽ അഭിവൃദ്ധി നൽകണം അല്ലാഹ്. ജീവിതത്തിൽ വലിയ റാഹത്ത് നൽകണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഏതാണ് അമൽ? ചെയ്യേണ്ട അമൽ നിങ്ങൾക്കൊരു 14 ദിവസം ചെയ്യാം, അല്ലെങ്കിൽ 7 ദിവസം ചെയ്യാം. ഒരാഴ്ച ഇശാ മഗ്‌രിബിൻ്റെ ഇടയിലാണ് ഈ അമൽ ചെയ്യേണ്ടത്. നിങ്ങളെ ദിക്റുകൾ, ഔറാദുകൾ, ദായിമാക്കുന്ന കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു പൊതിയെടുക്കുക. അതിലേക്ക് ഈ 5 സാധനങ്ങൾ എന്തൊക്കെയാണ്? കിരിയാത്ത കേട്ടിട്ടുണ്ടാവും, ഇതിൻ്റെ ഫോട്ടോ അവിടെ കൊടുക്കാം. അത് നമ്മളുടെ പച്ചമരുന്ന് കടയിലൊക്കെ വാങ്ങാൻ കിട്ടും. കിരിയാത്ത അത് കുറച്ച് ഈ പൊതിയിലേക്കിടുക. കുറച്ച് മലര് ഈ പൊതിയിലേക്കിടുക. പിന്നെ കുറച്ച് കല്ലുപ്പ്, ഒരു നുള്ളു കല്ലുപ്പ്, 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ കരിഞ്ജീരകം. ഇതെടുത്ത് ചുണ്ടിനോട് ചേർത്ത് വെച്ച് മഹാന്മാരായ ബദർ ശുഹദാക്കളെ പേരിൽ ഒരു യാസീൻ, ആ യാസീനിൽ ഓരോ മുബീനെത്തുമ്പോഴും ഇതിലേക്ക് ഇഷ്ഫി എന്ന് മന്ത്രിക്കണം. 3 പ്രാവശ്യം ഇഷ്ഫി 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 എന്ന് മന്ത്രിക്കുക. പിന്നെ നിങ്ങൾ ഓതേണ്ടത് 21 പ്രാവശ്യം ആയത്തുൽ കുർസി. ഓരോ ആയത്തുൽ കുർസി ഓതുമ്പോഴും ഇഷ്ഫി എന്ന് മന്ത്രിക്കുക. പിന്നെ നിങ്ങൾ ഓതേണ്ടത് സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ ആയത്ത് വത്തബഅമാത്തുൽ ശയാത്തീനും. ആ ആയത്തിനെ 3 പ്രാവശ്യം ഓതുക. ഓരോ പ്രാവശ്യം ഓതുമ്പോഴും ഇതിലേക്ക് മന്ത്രിക്കുക. പിന്നെ നിങ്ങൾ ഓതേണ്ടത് സൂറത്തുൽ മുസമ്മിൽ പരിപൂർണമായി ഓതി ഇതിലേക്ക് മന്ത്രിക്കുക. പിന്നെ നിങ്ങൾ ഓതേണ്ടത് സൂറത്തുൽ ഫലക്ക് 3 പ്രാവശ്യം. പിന്നെ നിങ്ങൾ ഓതേണ്ടത് സൂറത്തുൽ നാസ് 3 പ്രാവശ്യം ഓതി പരിപൂർണമായി മന്ത്രിച്ചതിന് ശേഷം ഇതൊന്ന് കൂട്ടിപ്പിടിക്കുക. ഈ പൊതിയൊന്ന് കൂട്ടിപ്പിടിച്ചതിന് ശേഷം ആർക്കും മന്ത്രിച്ചു കൊടുക്കാം, ആർക്കും വേണ്ടി ചെയ്തു കൊടുക്കാം. അല്ല, നമുക്ക് വേണ്ടി തന്നെയാണ്. ഒരാൾ ആരെങ്കിലും വീട്ടിൽ നിന്ന് ഒരാളെ വിളിച്ചുകൊണ്ട് ഈ പൊതി കൊണ്ട് ഇടത്തു നിന്ന് വലതുഭാഗത്തേക്ക് 3 പ്രാവശ്യം തല ചുറ്റുക. പിന്നെ നേരെ ഓപ്പോസിറ്റ് വലതുനിന്ന് ഇടതുഭാഗത്തേക്ക് 21 പ്രാവശ്യം ചുറ്റിയതിന് ശേഷം ഇതിങ്ങോട്ട് ഒഴിഞ്ഞങ്ങോട്ട് ഇറക്കുക. ഇവിടെ തണ്ടാവരലിലേക്ക് ഒഴിഞ്ഞങ്ങോട്ട്, കാലിൻ്റെ തണ്ടാവരലിലേക്ക് ഒഴിഞ്ഞങ്ങോട്ട് ഇറക്കിയതിന് ശേഷം പിന്നെ ഈ പൊതി ഒഴിഞ്ഞ ആളുടെ ആരാണോ ഇത്രയും പ്രയാസത്തിൽ ബുദ്ധിമുട്ടുന്നത് അദ്ദേഹത്തിൻ്റെ തലയുടെ മുകളിലേക്ക് ഈ പൊതി ആക്കരുത്. നേരെ അടിയിലൂടെ കൊണ്ടുപോയി നല്ല കത്തുന്ന തീയിൽ കൊണ്ടുപോയിട്ടിടുക, കരിയിച്ച് കളയുക. പിന്നെ കുറച്ച് വെള്ളം എടുക്കുക, നല്ല ശുദ്ധമായ വെള്ളം എടുക്കുക. അതിലേക്ക് സൂറത്തുൽ ഫാത്തിഹ 11 പ്രാവശ്യം ഓരോ ഫാത്തിഹ ഓതുമ്പോഴും ഇഷ്ഫി എന്ന് മന്ത്രിക്കുക. നമ്മളെ ഇഷ്ഫി എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ശ്വാസത്തിൻ്റെ വായു ഈ വെള്ളത്തിലേക്ക് തട്ടണം. എന്നിട്ട് വെള്ളം ഇങ്ങനെ അനങ്ങണം. അപ്പം അത്രയും അടുത്ത് വെച്ച് മന്ത്രിക്കുക. പിന്നെ നിങ്ങൾ ഓതേണ്ടത് സൂറത്തുൽ മുസമ്മിൽ തന്നെയാണ്. 1 പ്രാവശ്യം പരിപൂർണമായി ഓതി വെള്ളത്തിൽ മന്ത്രിക്കുക. പിന്നെ സൂറത്തുൽ ഫലക്ക് 3 പ്രാവശ്യം, സൂറത്തുൽ നാസ് 3 പ്രാവശ്യം ഓതി മന്ത്രിച്ചതിന് ശേഷം ഈ വെള്ളം മൂർത്താവിലൂടെ അങ്ങോട്ട് ഒഴിക്കുക. ശരീരം മുഴുവൻ അങ്ങ് ഒഴിക്കുക. എന്നിട്ട് വുളു എടുത്തുകൊണ്ട് കിടന്നുറങ്ങുക. 1 ദിവസം കഴിഞ്ഞ് അങ്ങനെ തുടർച്ചയായി 1 ദിവസം പോലും മുടക്കാതെ 7 ദിവസം ഇത് ചെയ്യണം. ഈ അമല് കണ്ടിന്യൂസ് ആയി ചെയ്താൽ ആ സഹോദരൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും അഭിവൃദ്ധി ഉണ്ടാകും, നിങ്ങളുടെ ജീവിതത്തിലും ബർക്കത്തുണ്ടാകും, പ്രയാസങ്ങൾ മാറും,
ബുദ്ധിമുട്ടുകൾ നീങ്ങും, ആ തലയുടെ കെട്ട് അവസാനിക്കും. ജീവിതത്തിൽ വലിയൊരു ത്വരീക്ക്, നല്ല വഴി നിങ്ങളുടെ മേൽ തുറക്കപ്പെടും. നിങ്ങളെ തടസ്സങ്ങൾ നീങ്ങും. സിഹറുകൾ ബാത്തിലാകും, കൈവശം ബാത്തിലാകും. എല്ലാത്തിനും പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ മതി. നിങ്ങൾ ഈ അമല് മതി. ഇൻഷാ അല്ലാഹ് ഈ അമലിനെ ഹൃദയത്തോട് ചേർത്ത് വച്ച് ചെയ്തു നോക്ക്. ഇത്ര ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട്. ശനിയാഴ്ചയും തിങ്കളാഴ്ചയും എന്നെ സമീപിക്കുന്നവരുണ്ട്, സങ്കടം വിളിച്ചു പറയുന്നവരുണ്ട്. അവർക്കൊക്കെ ചെയ്യാൻ പറ്റിയൊരു അമലാണ്. വീട്ടിലെല്ലാവരെയും ഇപ്രകാരം മന്ത്രിക്കാം. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ഈ അമലിനെ അള്ളാഹുവെ ഞങ്ങൾ നീ സ്വീകരിക്കണം, അല്ലാഹ് ഞങ്ങൾ നിന്നെ കബൂൽ ചെയ്യണേ, അല്ലാഹ് നീ കബൂൽ ചെയ്യണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഒരു 7 ദിവസം അല്ലെങ്കിൽ 14 ദിവസം ഓരോരോ അമലുകൾ നമ്മൾ പറയുന്നുണ്ട്. ചില ആളുകളൊക്കെ പറയാറുണ്ട്, തങ്ങളെ ഞങ്ങൾ അതിനായിട്ട് ഡയറി വാങ്ങി വെച്ചിട്ടുണ്ട്, അതിലിങ്ങനെ എഴുതി വെക്കാറുണ്ട്. മജ്ലിസ് സേവ് ചെയ്യാറുണ്ട്. പിന്നീട് അത് കിട്ടില്ലല്ലോ എന്നുള്ള പേടി കൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് ആ പേടി വേണ്ട. ഈ മജ്ലിസിനൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ ചേരാൻ ആഗ്രഹമുള്ളവർ ഈ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. വാട്സപ്പിൽ ഗ്രൂപ്പിലൊന്ന് ആഡ് ചെയ്യണമെന്ന് മെസ്സേജ് അയച്ചാൽ ഇൻഷാ അല്ലാഹ് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉടനടി നിങ്ങൾക്ക് ഇത്തരം മജ്ലിസുകൾ, ഇത്തരം വീഡിയോസുകൾ, ഇത്തരം അമലുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക്, വാട്സപ്പിലേക്ക് എത്തും. ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. ഈ മജ്ലിസിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാം. എന്നിട്ട് എന്തെങ്കിലും അൽഹംദുലില്ലാഹ് ഒരു ഹംദ് ഇൻഷാ അല്ലാഹ് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഗ്രൂപ്പിലേക്ക്, വാട്സപ്പിലേക്ക്, സഹോദരങ്ങളിലേക്ക്, കൂട്ടുകാരിലേക്ക് ഇൻഷാ അല്ലാഹ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്ര ബുദ്ധിമുട്ടിൽ അവരും പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ അവരെ പ്രയാസം മാറട്ടെ, അവരെ ബുദ്ധിമുട്ട് നീങ്ങട്ടെ. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.